ഒരാളുടെ ജീവിതത്തിൽ ഞാനൊരു പ്രധാനപ്പെട്ട സ്വലാത്ത് ഹബീബായ തങ്ങളുടെ മേലിൽ ചെല്ലാൻ നേർച്ചയാക്കി എന്ന് ഒരാൾ പറഞ്ഞാൽ, പ്രധാനപ്പെട്ട ഒരു സ്വലാത്ത് തങ്ങളുടെ മേലിൽ ചെല്ലാൻ ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ ആ സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിയാലല്ലാതെ വീടൂല എന്നാണ് മഹത്തുക്കളുടെ അഭിപ്രായം. ഇബ്രാഹിമിയ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന്റെ അവസാനത്തെ തഹിയ്യാത്തിൽ ചൊല്ലുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഈ സ്വലാത്ത് പ്രധാനപ്പെട്ട ഒരു സ്വലാത്ത് തങ്ങളുടെ മേലിൽ ഞാൻ ചെല്ലും എന്നവരാണ് നേർച്ചയാക്കിയാൽ ഈ സ്വലാത്ത് ചൊല്ലിയാലല്ലാതെ ആ നേർച്ച വീടൂല എന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. എന്നതിന്റെ അർത്ഥം മറ്റുള്ള സ്വലാത്തൊന്നും പാടില്ല എന്നല്ല. ഒരാളുണ്ടാകാൻ സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് മാത്രമാണ്. ബാക്കിയുള്ള സ്വലാത്ത് ഹജ്ജ് സ്വലാത്ത്, ആലിയത്ത് സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ്, ഇങ്ങനെ കുറെ സ്വലാത്തുകൾ നമ്മുടെ ഇപ്പോ എല്ലാ നിസ്കാരത്തിന്റെ ദുആയിലും ഇപ്പൊ ഇതാക്കുന്ന സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, ഇതൊന്നും സ്വലാത്തല്ല എന്ന് പറയുന്ന ആളുകൾ. അപ്പോ അതിനെ കുറിച്ചല്ല നമ്മുടെ ചർച്ച. എല്ലാ സ്വലാത്തും ഖുർആൻ പറഞ്ഞത് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി, അല്ലാഹു മലക്കുകൾ സ്വലാത്ത് എഴുതുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ, ഹബീബായ തങ്ങളുടെ പേരിൽ മുഅ്മിനീങ്ങളെ നിങ്ങളും സ്വലാത്ത് എഴുതുന്നു. അപ്പൊ സ്വലാത്തിന്റെ പദം ആ ലഫ്ളുള്ള പദമുള്ള ഏത് പദം ഉപയോഗിച്ച് സ്വലാത്ത് എഴുതിയാലും സ്വലാത്ത് തന്നെയാണ്. സ്വലാത്തിന്റെ കൂലി നമുക്ക് കിട്ടും. പക്ഷെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത് പറഞ്ഞ. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ രൂപത്തിൽ നമ്മുടെ ഇസ്ലാമും പരിപൂർണമാണ് ആകണമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പഠിക്കാതെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഉൾക്കൊള്ളാതെ നമ്മുടെ ഈമാനാവൂല, നമ്മുടെ ഇസ്ലാമാവൂല. നമുക്കിപ്പോ അടുത്ത് ഹജ്ജിന്റെ സീസണാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഹജ്ജിന്റെ മാസം വരും, ദുൽഹിജ്ജ മാസം. ആ ദുൽഹിജ്ജ മാസത്തിൽ നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അമലുകളും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും, തവാഫാണെങ്കിലും സഅയാണെങ്കിലും അതുപോലെ അറഫയാണെങ്കിലും മുസ്ദലിഫയാണെങ്കിലും എല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമുമായിട്ട് ബന്ധപ്പെട്ട അമലുകളാണ്. അത് ഇബ്രാഹിം നബിയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നത് പറഞ്ഞുകൊണ്ട് ഞാനത് ചെയ്യൂല എന്ന് ഒരാൾ ഉണ്ടായിരുന്നാൽ അച്ഛനുണ്ടാവൂല. തവാഫ് ചെയ്തതിന്റെ ശേഷം അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് പറഞ്ഞതാ, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല, വത്തഖിദൂ ഖുർആന, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീം, മഖാം ഇബ്രാഹീം നിങ്ങളുടെ മുസല്ലയാക്കുന്ന. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇന്ന സ്ഥലം മഖാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇന്ന സ്ഥലം, ആ സ്ഥലത്തിന് നിങ്ങൾ മുസല്ലയാക്കൂ, നിസ്കരിക്കുന്ന സ്ഥലമാക്കൂ. ഖുർആനാണ്. അത് ഇബ്രാഹിം നബിയുടെ മഖാമിൽ ഞാനെങ്ങനെ നിസ്കരിക്കുന്നത്? അള്ളാഹ് പറഞ്ഞിട്ട് ഞമ്മ സ്ഥലം മാറ്റിയാലോ? ഞമ്മ അള്ളാഹുവിനോട് ചെയ്യുന്ന ധിക്കാരാണ്. അപ്പൊ അതെന്ന് ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്തുകൊണ്ടാണ്? ആരാധന എന്താണ്, ആദരവ് എന്താണ് എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട്. ആരാധനയും ആദരവും രണ്ടും വെവ്വേറെയാണ്. ആരാധന വേറെയാണ്. ആരാധന അള്ളാഹ്ക്ക് മാത്രമാണ്. അതിനാർക്കും ഒരു തർക്കമില്ല. എല്ലാവർക്കും ആരാധന അള്ളാഹ്ക്ക് മാത്രമാണ്. പിന്നെയോ ആദരവ് എന്ന് പറഞ്ഞ ഒന്നും, അതാണ് ഇന്ന് ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയി. ആദരവ്, അള്ളാഹു ബഹുമാനിച്ച ആളുകളെ ആദരിക്കാനും ബഹുമാനിക്കാനും നാം തയ്യാറാകുന്നില്ല. എന്തേ? കാരണം നാം നമ്മുടെ മണ്ണ് ഉപയോഗിക്കണം. നമുക്കറിയാലോ, ആദം നബി അലൈഹി സ്വലാമിനെ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് മലക്കുകളോട് എന്ന് പറഞ്ഞ എപ്പോഴും പറയുന്നത്, അവിടെ സംഭവിച്ചെന്താ? മലക്കുകളുടെ മണ്ണ് ഉപയോഗിച്ചില്ല. ഇബ്ലീസിന്റെ മണ്ണ് ഉപയോഗിച്ചു. ഇബ്ലീസിന്റെ മണ്ണ് ഉപയോഗിച്ച് അള്ളാഹ് പറഞ്ഞ നോക്കിയില്ല. അള്ളാഹ് പറഞ്ഞെന്താ? ആദമിന്റെ സുജൂദ് ചെയ്യുന്നു. മലക്കുകൾ നോക്കിയത് അള്ളാഹ് പറഞ്ഞതല്ലേ, സുജൂദ് ചെയ്തത്. ഇബ്ലീസ് നോക്കിയത് എന്റെ തീ കൊണ്ട് പഠിച്ച്, ആദമിന്റെ മണ്ണ് കൊണ്ട് പഠിച്ച്, ഞാൻ ഈ തീ കൊണ്ട് പഠിച്ച ഞാൻ ആദമിന്റെ എന്തിന് സുജൂദ് ചെയ്യണോ? മണ്ണ് ഉപയോഗിച്ചാൽ എന്തായി? എല്ലാം പോയി. അങ്ങനെയല്ല, മണ്ണ് ഉപയോഗിക്കേണ്ട സ്ഥലത്തിന് ഉപയോഗിക്കണോ? ഇതാണല്ല. ആദരവ് വേറെയാണ്. ആദരവ് ഇപ്പൊ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോ മക്കളെല്ലാം രക്ഷിക്കുകയാണ്. എന്നാൽ ആരാധനയാണ്, ആദരവാണ്, റെസ്പെക്റ്റാണ്. നമുക്ക് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ഉസ്താദ് ക്ലാസ്സിൽ വരുമ്പോ മക്കളെല്ലാം മക്കളെ രക്ഷിക്കരുത്, അത് അള്ളാഹിനോട് പറയാൻ പറ്റുമോ? റെസ്പെക്റ്റാണ്. അത് ഓരോ അധ്യാപകർക്കും. ഇപ്പോ
കരാട്ടെ പഠിക്കുന്ന ആളുകളുണ്ട്, കുമ്പ് പഠിക്കുന്ന ആളുകളുണ്ട്, കളരി പഠിക്കുന്ന ആളുകളുണ്ട്. ആ പഠിക്കുന്ന സമയത്ത് അവരുടെ ആ ഗുരു കടന്നു വരുമ്പോ ചില കുംഫിൽ വേറെയാണ്, കരാട്ടയിൽ വേറെ, കളരിയിൽ വേറെ, പോലെ ആദരവുകളുണ്ട്. എങ്ങനെ പോലെ ഇങ്ങനെ കുടുങ്ങിക്കണം മാസ്റ്റർ വരും. കുംഫിന്റെ മാസ്റ്റർ വരുമ്പോ അവിടുത്തെ ആ സ്റ്റുഡൻസുകളെല്ലാം ഇങ്ങനെ റുക്കു പോലെ കുടുങ്ങി നിൽക്കണം. റുക്കു അല്ലാക്ക് മാത്രം മാസ്റ്റർക്ക് ചെയ്യാൻ പറ്റില്ല പറയാൻ. അത് റുക്കു അല്ലല്ല, അത് ആദരവാണ്. അത് ചെയ്തില്ലെങ്കിലോ മാസ്റ്റർ കണക്കാക്കും, ഈ സ്റ്റുഡന്റിന്റെ കാര്യം പോക്കന്നെ. നമ്മളിപ്പം ക്ലാസ്സിൽ കടന്നു വരുമ്പോ എല്ലാ മക്കളും അനുസരിക്കാണ്. ഒരു കുട്ടി ഇരുന്നിട്ട് തന്നെ ഇരുന്നാൽ നമ്മ കണക്ക് കൊടുക്കും, ഇത് പോയി കേട്ടുപോയി. അതിനെ പോലെ തന്നെ ലൈഫിൽ അതിന് വർക്കത്തുണ്ടാവൂല, ലൈഫിൽ ആ കുട്ടിക്ക് വലിയ ഒരു ഉഷാറുണ്ടാവൂല. എന്താ മനസ്സിലാതെ ആദരവ് കൊടുക്കുന്ന ആളുകൾക്ക് ആദരവ് കൊടുക്കണം, ബഹുമാനം കൊടുക്കുന്ന ആളുകൾക്ക് കൊടുക്കണം. ബഹുമാനം വേറെയാണ്, പിന്നെ ആരാധന വേറെ. ഇതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ. ആദരിക്കേണ്ടവൻ ആദരിക്കണം, ആരാധിക്കേണ്ട ഉറച്ചവനെ ആരാധിക്കണം. അതാണ്. മറ്റുള്ള ആളുകൾക്ക് ആരാധനയുണ്ട്, ആദരവില്ല. എല്ലാവരും ഒരുപോലെ കരകെട്ട് കെട്ടിയ ആളും കെട്ടാത്ത ആളും, ഇരുമുള്ള ആളും ഇരുമില്ലാത്ത ആളും, സ്വാധീനങ്ങളും അല്ലാത്ത ആളും എല്ലാം മനുഷ്യന്മാരല്ലേ? എല്ലാവരും മനുഷ്യരല്ലേ? മനുഷ്യരെല്ലാം ഒരുപോലെയാണോ? എല്ലാം ഒരുപോലെയാണ്, വേറെയാണ്. വൈകിട്ട വലിയ ഒരു വ്യക്തിത്വമാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഹജ്ജുമായി ബന്ധപ്പെട്ട എല്ലാ അമലുകളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായിട്ട് ഹാജറ ബീവിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. സഫ മർവ. സഫ മർവ ഈ രണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ? സഫ മർവ. സഫ എന്ന് പറഞ്ഞാൽ കാബന്റെ 130 മീറ്റർ അടുത്തുള്ള ഒരു പർവ്വതം. മർവ എന്ന് പറഞ്ഞാൽ കാബന്റെ 300 മീറ്റർ അകലെയുള്ള ഒരു പർവ്വതം. 300 മീറ്റർ ഡിസ്റ്റൻസ്. മറ്റൊന്ന് 130 മീറ്റർ ആണ് അല്ലെ? കാബന്റെ രണ്ടടുത്തുള്ള ഈ രണ്ട് പർവ്വതത്തിനും വലിയ ബഹുമാനമുണ്ട്. നമ്മുടെ നാട്ടിലേക്കാൾ വലിയ വലിയ പർവ്വതമുണ്ട്. ഖുർആൻ പറഞ്ഞില്ല. സഭ പോയി പുതിയ പോയാൽ പോയി ഈ കുന്നയുടെ ആനന്ദില്ല. ചെറിയൊരു കാലിങ്ങനെ പൊക്കത്തിരിപ്പുണ്ട് കാണുമ്പോൾ അല്ലെ? അതിനേക്കാൾ വലിയ കുന്നും അതിനേക്കാൾ വലിയ മലയുള്ളതും കല്ലുള്ള പർവ്വതങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിന് വരെ നമ്മൾ തട്ടിക്കാൻ പറ്റും. അതെന്താ നമ്മുടെ നാട്ടിന്റെ പർവ്വതത്തിനെ പാടില്ല. അതിന് കാരണമുണ്ട്, അതിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട് അല്ലെ? ഒരു അഭിപ്രായമാണ് മഹാന്മാരായ മുഫസ്സിരിങ്ങൾ പറഞ്ഞത് കാണാം. സഫ എന്ന പേര് കിട്ടാൻ കാരണം എന്താ? സഫ എന്ന് പറഞ്ഞാൽ സൂഫി എന്നാണ്. സൂഫി അറബി പറഞ്ഞു സൂഫി. സൂഫി സഫ കാണുമ്പോ ഒരു പറയും അല്ലെ? ഒരു സൂഫിയായ മനുഷ്യൻ ആ പർവ്വതത്തിന്റെ മുകളിൽ കയറിയത് കൊണ്ട് ആ പർവ്വതത്തിന്റെ സഫ എന്ന പേര് കിട്ടി. മർവ എന്ന് പറഞ്ഞാൽ അറബിയിൽ പെണ്ണിന് എന്താ പറയുന്നത്? മർഅത്ത് എന്ന് പെണ്ണിൻ. അപ്പൊ ഒരു പെണ്ണായ ഒരു നല്ല ഒരു മനുഷ്യത്തി ആ കുന്നിന്റെ മുകളിൽ കഴിഞ്ഞാണ്. അപ്പൊ ആ പർവ്വതത്തിന് അത് മർവാന്ന് പേര് വെച്ചു. വേറെ ഒരു അഭിപ്രായം ഉണ്ട്. അഭിപ്രായം വേറെ പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള അഭിപ്രായമുണ്ട്. ഒരു സുഖിയായ മനുഷ്യൻ കുന്നിന്റെ മുകളിൽ കയറിയത് കൊണ്ട് സഭയായി, ഒരു പെണ്ണ് കയറിയത് കൊണ്ട് മർവയായി. ഇന്ന സഭ അത് പറഞ്ഞു. ഇന്ന സഭ സഭയും മർവയും അത് അള്ളാഹുവിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാ അല്ലെ? ആ പർവ്വതത്തിന്റെ ഇടയിൽ നടക്കലോ 4000 കൊല്ലത്തിന് മുമ്പ് ഒരു നീഗ്രോക്കാത്തിയായ ഒരു ഉമ്മ ആ രണ്ട് പർവ്വതത്തിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയതാണ്. ആ ഓടിയ ആ സ്ഥലത്തിൽ നടന്ന സ്ഥലത്തിൽ നമ്മ നടക്കണോ? കുറച്ച് സ്പീഡ് പോയ സ്ഥലത്തിൽ നമ്മ ഇപ്പോൾ സ്പീഡ് പോകണം അല്ലെ? അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത് സ്പീഡ് പോകേണ്ട സ്ഥലം. എന്ത്? അത് അന്ന് 4000 കൊല്ലം മുമ്പ് ആ ഉമ്മ കുറച്ച് സ്പീഡ് പോയതാണ്. സ്പീഡ് പോയ സ്ഥലം സ്പീഡ് എന്തൊരു അങ്ങനെ അന്ന് ഹാജരാക്കിയത് നീപ്പ നടക്കല് എന്ന് പറഞ്ഞ് കൊണ്ടാണ്ടിരുന്നാൽ കിട്ടൂല, ഇവിടെ കിട്ടൂല. അതെല്ലാം അതിന്റെ ഭാഗമാണ്, ആദരവാണ്. നടക്കുന്നതിന് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ അതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. റമദാൻ ഇബ്രാഹിമിന്റെ പിന്നിൽ നിഷ്കരിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ അതിന്റെ പിന്നിൽ ചരിത്രമുണ്ട്. പ്രവാഹം ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. അവന്റെ ഇങ്ങനെ വരുന്നത് അല്ലെ? ഇങ്ങനെ നമ്മുടെ പള്ളിന്റെ ചുറ്റും വന്നിട്ട് ആടന്റെ പോണോ? ആടന്റെ പോണോ? ആ പള്ളി തന്നെ ആവണോ? ആ സ്ഥലം തന്നെ ആവണോ? എന്റെ പിന്നിൽ ചരിത്രമുണ്ട്. പക്ഷെ ആ ചെയ്യുന്നതൊക്കെ ആർക്ക് വേണ്ടിയാ? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അതിന്റെ പിന്നിൽ ആദരിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്രയും വലിയ ചരിത്രം പറയേണ്ട മഹാനാണ്. എന്തുകൊണ്ട് ഖലീലുള്ളാഹി നമുക്ക് പറയാം. അപ്പോ പറഞ്ഞു വന്നത് അത്രയും വലിയൊരു വ്യക്തിത്വമായതുകൊണ്ടാണ് നമ്മുടെ നിസ്കാരത്തിൽ പോലും അള്ളാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേര് പറയാൻ പറഞ്ഞത് അല്ലെ? കമാ സല്ലൈത അലാ ഇബ്രാഹിം അല്ലെ? കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അത്രയും വലിയ ചരിത്രമുള്ള ഒരു മനുഷ്യനായതുകൊണ്ടാണ്. ഒരുപാട് കാര്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പഠിക്കാൻ പഠിക്കാം. അള്ളാഹു നമ്മുടെ ഈമാൻ
നന്നാക്കി തരുമാറാണ്. ആദരിക്കേണ്ടവരെ ആദരിക്കാൻ, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ, അല്ലാഹ് ആരാധനകൾ മുഴുവനും നിനക്ക് വേണ്ടി സമർപ്പിക്കാൻ ഉള്ള ഈമാൻ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ധാരാളമായി അല്ലാഹുവേ നമ്മുടെ ഹയാത്തുകാലത്ത് ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്തില്ല. ആ സ്വലാത്ത് കൊണ്ട് ദുന്യവിയും മുഹറവിയുമായ എല്ലാ നേട്ടങ്ങളും കൈവരിക്കാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പല മുറാദുകൾ പറഞ്ഞിട്ട് ആരൊക്കാൻ വേണ്ടി വന്നു. കുറച്ചവനെ ഇവിടെ ഒരു വീട്ടുകാരന്റെ ഉമ്മ 3 സ്റ്റോണായിട്ട് കല്ലുകൾ കിഡ്നിയിലൊക്കെ ഉണ്ടായിട്ട് വലിയ വേദാണ്. അത് എടുക്കാൻ പറ്റുന്നില്ല. അമ്മക്ക് പല അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. ഇന്ന് അതിന്റെ ഒരു പരിഹാരം ഡോക്ടർ അറിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചാകുമ്പോ പടച്ചോനെ നീ ആ ഉമ്മാന്റെ സർവ്വ അസുഖങ്ങളും ഈ പരിശുദ്ധമായ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഇവിടെ ഞങ്ങൾ പറഞ്ഞ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുത്തെ കുടുംബങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെയും കറാമോചിതത്തുകൊണ്ട് ശരീരത്തിലുള്ള സർവ സ്റ്റോണുകൾ, കല്ലുകൾ, എന്ത് ബുദ്ധിമുട്ടാണെങ്കിൽ അള്ളാഹുവിന്റെ നീ മാറ്റിക്കൊടുക്കണേ അവർക്ക്. എളുപ്പത്തിലുള്ള ശിഫാ നൽകണേ അള്ളാഹ്. എളുപ്പത്തിലുള്ള ശിഫാ നൽകണേ അള്ളാഹ്. ഇന്നൊരു കൂട്ടുകാരന്റെ അളിയൻ സുഖയില്ലാതെ വളരെ പ്രയാസത്തിൽ ഐസിയുയാണ്. ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു അള്ളാഹ് നീ ശിഫ നൽകണേ അമ്മാനെ, ശിഫാ നൽകണേ അള്ളാഹ്. പടച്ചവനെ ആരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ വസിയത്ത് ചെയ്തവർ ആരോഗ്യപരമായ പ്രശ്നങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടോ അള്ളാഹുവിനെ ആഫിയത്ത് തിരിച്ചു കൊടുത്ത് അവരെ നീ അനുഗ്രഹിക്കണേ അള്ളാഹ്. സലാമത്ത് നൽകണേ അവർക്ക്. നമുക്ക് നീ തന്ന ആരോഗ്യം മരണം വരെ നിലനിർത്തണേ അള്ളാഹ്. ഞങ്ങളും രോഗികളാണല്ലോ. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ മക്കൾ, കുടുംബങ്ങൾ പടച്ചോനെ പലരും രോഗികളാണല്ലോ. യാ ഷാഫി, യാ ഷാഫി, യാ ഷാഫി അല്ലാഹ്. ഓരോരുത്തർക്കും ആജിലായ കാമിലായ ശിഫാ നൽകി അനുഗ്രഹിക്കണേ അവർക്ക്. അല്ലാഹുവേ ഹജ്ജിന് വേണ്ടി പോയ ആളുകൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാ. ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ റഹ്മാൻ. അല്ലാഹത്തോട് സന്തോഷത്തോട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ ആമാലുകൾ ചെയ്യാനുള്ള ആഫിയത്ത് നീ നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. അവരുടെ ദുആയിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹ് മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൽ നസീർ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൽ നസീർ.